സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കി. ഇനി മുതൽ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും. അമൽ തേരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ വളരെ വിവാദമായിട്ട് മാറിയ ചർച്ചകളൊക്കെ ചെയ്യപ്പെട്ട ആ ബില്ല് ഇപ്പോൾ നിയമമായിരിക്കുന്നു. അങ്ങനെ സഭയിൽ പാസ്സാക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം കൂടി മാത്രമേ ഉള്ളല്ലോ. എന്തായിരുന്നു ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നീക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ? പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്തായിരുന്നു? കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നാഴികക്കല്ലായ ഒരു ദിവസമാണ് ഇന്ന് പറയേണ്ടി വരും. സ്വകാര്യ സർവകലാശാലകൾക്ക് ഇനി മുതൽ സംസ്ഥാനത്ത് പ്രവർത്തനാനുമതി നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ആ ബില്ല് നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ശബ്ദ വോട്ടോടെയാണ് നിയമസഭ ബില്ല് പാസ്സാക്കിയത്. പ്രതിപക്ഷം ഈ ബില്ല് ചില വ്യവസ്ഥകളെ എതിർത്തുവെങ്കിൽ കൂടി ബില്ലിനെ എതിർത്തില്ല. കെ കെ രമ മാത്രമാണ് ഈ വിഷയത്തിൽ തുറന്നൊരു എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഈ ബില്ല് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു കെ കെ രമ ആവശ്യപ്പെട്ടത്. മറ്റ് പ്രതിപക്ഷാംഗങ്ങളെല്ലാം ഈ ബില്ല് ഇത്രയും വൈകിപ്പിക്കാൻ ഉള്ള കാരണം ഇടതു സർക്കാരിൻ്റെ നയമാണ്, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം സ്വീകരിച്ച് പോന്നിരുന്ന അവരുടെ നിലപാടുകളാണ് എന്നുള്ള കാര്യമാണ് വിമർശിച്ചത്. എന്നാൽ ഈ സ്വകാര്യ സർവകലാശാലകളെ കെട്ടഴിച്ച് വിടില്ല എന്നും കൃത്യമായ നിയന്ത്രണം സർക്കാരിന് ഈ സർവകലാശാലകൾക്ക് മേൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ അവർക്കുള്ള ബാധ്യതകളും എന്തെല്ലാം ബാധ്യതകളാണ് ഈ സർവകലാശാലകൾക്ക് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലും മന്ത്രി വിശദീകരണം നൽകി. സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകും. ഇവർക്ക് നൽകുന്ന ഈ അനുമതി, സ്വകാര്യ സർവകലാശാലകൾക്ക് നൽകുന്ന അനുമതി പിൻവലിക്കാൻ പോലുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക്, കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 40% സഭയിൽ നിന്നും അമൽ തേരമ്പറമ്പിലാണ് വിവരം നൽകിയത്. സ്വകാര്യ സർവകലാശാല ബില്ലാണ് നിയമസഭ പാസ്സാക്കിയിരിക്കുന്നത്.